മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ നടത്തിവരുന്ന കാരുണ്യ സ്പർശം പദ്ധതി ഇത്തവണയും മുടക്കമില്ലാതെ നടക്കുകയാണ്. ജഗതിയിലെ പുതുപ്പള്ളി ഹൗസിൽ നടന്ന പരിപാടി നിരവധി പാവങ്ങൾക്ക് കൈത്താങ്ങാകി. വിവരങ്ങളുമായി എബി ജോൺ തോമസ് ഉണ്ട് തിരുവനന്തപുരത്തു നിന്നും. എബി, നമുക്കറിയാം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പാവങ്ങളെ ചേർത്ത് പിടിച്ച മനുഷ്യനായിരുന്നു. ഒരു ഉമ്മൻചാണ്ടി എന്നുള്ള നിലയ്ക്കല്ല, ഓരോ വ്യക്തിത്വത്തെയും ഏത് പാതിരാത്രിയിലും ചെന്നാലും എല്ലാം കേൾക്കുന്ന ഒരു മുഖ്യമന്ത്രി. അതുതന്നെയാണ് ഉമ്മൻചാണ്ടിയെ നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നതും. ഇന്നിപ്പോൾ തിരുവോണ നാളിൽ വീണ്ടും ഒരു കാരുണ്യ സ്പർശം. വിവരങ്ങൾ എങ്ങനെയാണ് എബി? അശ്വതി, ഇത് കഴിഞ്ഞ 11 വർഷമായി തുടർച്ചയായി നടന്നു വരുന്ന ഒരു പദ്ധതി കൂടിയാണ്. ഉമ്മൻചാണ്ടി അശ്വതി പറഞ്ഞതുപോലെ തന്നെ ഏവരെയും ചേർത്ത് പിടിക്കുന്ന ഈ പദ്ധതിയുടെ പേര് പോലെ തന്നെ കാരുണ്യ സ്പർശമായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹമില്ലാതെ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലുള്ള 4ാമത്തെ തവണയാണ് ഇപ്പോൾ ഈ ഒരു ചടങ്ങ് നടക്കുന്നത് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോഴും അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തിന്റെ ആ ഒരു സാന്നിധ്യം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഈ കാരുണ്യ സ്പർശത്തിലൂടെ. നിരവധിയായിട്ടുള്ള ക്യാൻസർ രോഗികൾക്ക് കൈത്താങ്ങാകുന്ന ഒരു പദ്ധതി, അത് കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെയുള്ള നിരവധിയായിട്ടുള്ള ആളുകൾക്കാണ് ഇത്തരത്തിൽ ഈ ഒരു പദ്ധതി കൈത്താങ്ങാകുന്നത് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പുതുപ്പള്ളി ഹൌസിലെ ഈ ഓണാഘോഷം ഈ വിധമാണ് കഴിഞ്ഞ 10-11 വർഷമായി തന്നെ നടന്നു വരുന്നത് എന്നുള്ളത് പോരുകയും ഒക്കെ തന്നെ ചെയ്തത്. പുതുപ്പള്ളി ഹൌസിലെ ഓണാഘോഷം തിരുവോണനാളിൽ അത് ഈ വിധേനയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. നിരവധിയായിട്ടുള്ള ആളുകൾ ഇതിന് മികച്ച രീതിയിലുള്ള ഈ ഒരു പിന്തുണ ഉൾപ്പെടെ നൽകുന്ന സാഹചര്യം കൂടിയുണ്ട്. ഇന്ദിരാഗാന്ധി വിഷൻ ഫോറം അബുദാബി ഒപ്പം അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള ആളുകൾ ഇതിന് വലിയ പിന്തുണ നൽകുന്നുണ്ട്. മന്ത്രി ടി സിദ്ദിഖായിരുന്നു വരേണ്ടിയിരുന്നത്. എന്തായാലും അദ്ദേഹം അല്പസമയത്തിനകം തന്നെ എത്തും എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. അദ്ദേഹമായിരുന്നു നേരത്തെ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുക എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം അല്പസമയത്തിനകം തന്നെ എത്തുകയും ചെയ്യും. ഈ ഒരു പദ്ധതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഓണത്തിന്റെ തന്നെ സന്ദേശം ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ചേർത്ത് പിടിക്കുന്ന ആ ഉമ്മന്റെ അദ്ദേഹം എങ്ങനെയാണോ ജീവിച്ചത് അതിന് സമാനമായ രീതിയിലുള്ള ഒരു രീതിയിൽ തന്നെ പദ്ധതിക്ക് ആ പേര് കൂടി നൽകുന്നു എന്നതും അത് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. ആ നിലയ്ക്കാണ് ഈ പദ്ധതി നടന്നുകൊണ്ടിരിക്കുന്നത്. പുതുപ്പള്ളി ഹൌസിലെ ഓണാഘോഷങ്ങൾ തിരുവോണ നാളിൽ ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ കുറെ നാളുകളായി ഓണം നടന്നുകൊണ്ടിരുന്നത്. ഇവർക്കൊപ്പമായിരുന്നു ഉമ്മൻചാണ്ടിയും അദ്ദേഹത്തിന്റെ ഓണം ആഘോഷിച്ചിരുന്നത് എന്നുള്ളതാണ്. എന്തായാലും നിരവധി ആളുകൾക്ക് അവർക്ക് ഭക്ഷണം, ഓണപ്പുടവ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകിക്കൊണ്ടാണ് ഈ പദ്ധതി നടന്നു വരുന്നത്. കഴിഞ്ഞ ഇപ്പോൾ 11ാമത്തെ വർഷമാണ് നടക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ആ കുടുംബം ഇപ്പോഴും ആ ഒരു പാത പിന്തുടർന്ന് തന്നെ ഈ കാരുണ്യത്തിന്റെ ഈ ഒരു പദ്ധതി, കാരുണ്യ സ്പർശം പദ്ധതി നടപ്പിലാക്കുകയാണ് എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഇവർക്ക് ഓണപ്പുടവയും ഒപ്പം അതിനുശേഷം ഇപ്പോൾ അവർക്ക് ഓണക്കത്തിയും ഉൾപ്പെടെ നൽകിക്കൊണ്ടായിരിക്കുന്നത് ഇവിടെ നടത്തുക. ആ നിലയ്ക്ക് ഒരു കാരുണ്യ സ്പർശം പദ്ധതി ആ പേര് പോലെ തന്നെ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അതിന്റെ അല്പസമയം മുമ്പാണ് ഈ പദ്ധതിയുടെ ഉദ്ഘാടനം ഈ തവണത്തേത്. അതായത് ഈ തവണ അത് നടക്കുന്നു എന്നുള്ളതാണ് വളരെ ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ച ആ പദ്ധതി അതിപ്പോഴും തുടർന്നുകൊണ്ട് പോരുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ മേന്മയെന്ന് പറയുന്നതും ഓണദിനത്തിലെ ഒരു പ്രത്യേക സന്ദേശം എന്ന് പറയുന്നതും ഈ തന്നെയാണ് എന്ന് നമുക്ക് ഈ കാരുണ്യ സ്പർശം പദ്ധതിയെ കുറിച്ച് പറയാൻ വേണ്ടി കഴിയുകയുന്നത്. രണ്ടുപേർ സംസാരിക്കുന്നോ? നമ്മുടെ ഈ പദ്ധതി 11ാമത്തെ വർഷമാണല്ലോ. അപ്പോൾ ഈ അദ്ദേഹത്തിന്റെ പേര് പോലെ തന്നെ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഈ പദ്ധതി തുടർന്നുകൊണ്ട് പോരുന്നത്. ഈ പദ്ധതിയെ കുറിച്ച് 2016 തൊട്ട് ആരംഭിച്ചതാണ് ഇവിടെ ഇന്ദിരാഗാന്ധി വിഷൻ ഫോറം. അവരുടെ സഹകരണത്തോടു കൂടിയാണ് ഇവിടെ അന്നോട്ട് ഈ 11ാമത്തെ വർഷവും തിരുവോണ നാളിൽ നമ്മൾ എപ്പോഴും കുറച്ച് ദുഃഖം അനുഭവിക്കുന്നവരുടെ കൂടെ ഓണം ഉണ്ണാനാണ് ദൈവം നമ്മളെ അനുവദിച്ചിരിക്കുന്നത്. വലിയൊരു നന്മ പ്രവൃത്തിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. തിരുവോണത്തില് മാവേലി നാട് വാണിടുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ഈ ഐശ്വര്യത്തിന്റെ അല്ലെങ്കിൽ
ഓണത്തിന്റെ തിരുവോണം എത്ര ഇതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ നല്ല കാര്യമാണ്. അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് ഇവരോടൊപ്പം ആഘോഷിക്കാൻ പറ്റുക എന്ന്, ആഘോഷം എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല, പക്ഷെ അവരോടൊപ്പം സമയം ചെലവഴിക്കാൻ പറ്റുക, ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന തന്നെ ഒരു വലിയൊരു ദൈവത്തിന്റെ നിയോഗമായിട്ടാണ് കാണുന്നത്. അപ്പ തുടങ്ങി വെച്ചതാണ്. 11 വർഷമായി. ഞങ്ങളെ കൊണ്ടാകാവുന്ന വിധം എത്ര വർഷം തുടരാമോ ഞങ്ങളെടുത്തുള്ളപ്പോൾ അത്രയും തുടർന്നു കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. എല്ലാവർക്കും എല്ലാവിധ ഓണത്തിന്റെ ആശംസകളും നേരുന്നു. ഈ നിലയിലെ പദ്ധതി അതിന്റെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആ പദ്ധതിയുടെ പേര് പോലെ തന്നെ അദ്ദേഹം ഏത് വിധേനയാണോ അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് ജീവിച്ചത് അതേ പേര് അല്ലെങ്കിൽ ആ ഒരു ജീവിതശൈലി തന്നെ നമുക്ക് ഈ പദ്ധതിയുടെ പേരിലും കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ പദ്ധതി കഴിഞ്ഞ 11 വർഷമായി തുടരുന്നു. അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും ആ പദ്ധതി ഏറ്റവും വിജയകരമായി തന്നെ തുടർന്നുകൊണ്ട് പോരാനും സാധിക്കുന്നു. അങ്ങനെ ഈ ഓണപ്പുടവയും അന്നത്തെ ഓണസദ്യയും ഒക്കെ തന്നെ കൊടുത്തുകൊണ്ട് ഉള്ള ഒരു രീതിയിലാണ് ഇന്നത്തെ. അത് കഴിഞ്ഞ കുറെ കാലങ്ങളായി പുതുപ്പള്ളി ഹൌസിലെ ഓണാഘോഷം ഈ വിധമാണ് നടന്നു വരുന്നത് എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. അതിന് ഇപ്പോൾ ഈ ഉപഹാരങ്ങളൊക്കെയും അതായത് ഓണക്കോടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുന്നത് ചാണ്ടിയുമ്മൻ MLA ആണ്. അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്ന ആളുകൾക്ക് ചാണ്ടിയുമ്മനും ഒപ്പം തന്നെ മറിയാമ്മനും ചേർന്നുകൊണ്ട് തന്നെയാണ് ഈ ഒരു അവർക്ക് വേണ്ടിയിട്ടുള്ള ഈ ഓണപ്പുടവ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുന്നത്. എബി പറഞ്ഞ പോലെ തന്നെ നമ്മൾ തത്സമയം കാണുന്ന പോലെ തന്നെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ നടത്തിവരുന്ന കാരുണ്യ സ്പർശം പദ്ധതി ഇത്തവണയും മുടക്കമില്ലാതെ തുടരുകയാണ്. 11 വർഷമായി ഈ പദ്ധതി ആരംഭിച്ചിട്ട് എന്നുള്ളതാണ്. ജഗതിയിലെ പുതുപ്പള്ളി ഹൗസിൽ നടന്ന പരിപാടി നിരവധി പാവങ്ങൾക്ക് കൈത്താങ്ങായി. അവർക്ക് ഓണപ്പുടവയടക്കം സമ്മാനിക്കുന്നുണ്ട്. തത്സമയമാണ് വിവരങ്ങൾ എബി പങ്കുവച്ചത്. ഇപ്പോൾ ചാണ്ടിയുമ്മന്റെ പ്രതികരണം പ്രതീക്ഷിക്കുന്നു. അതെ 11 വർഷമായി അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറിയ സമയത്ത് തുടങ്ങിയ ഒരു പതിവാണ്. അത് ഈ പ്രാവശ്യവും തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. തീർച്ചയായിട്ടും എല്ലാ ആശംസകളും ഈ അവസരത്തിൽ മലയാളി സമൂഹത്തിൽ മുഴുവൻ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് നേരുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ നാടിന്റെ ഐക്യത്തിന്റെ ഒരുമയുടെ വലിയ പ്രതീകമാണ് ഓരോ മലയാളിയുടെ ഉത്സവം. അത് ഒരു സംശയവും വേണ്ട. അത് ഇങ്ങനൊരു ഉത്സവം ലോകത്തില്ലതാനും ഒരിക്കലും കേരളത്തിൽ വെച്ച് മറ്റൊരു സ്ഥലത്ത് കാണാനും സാധ്യത കുറവാണ്. നമ്മളെല്ലാവരും ഒരു വ്യത്യാസവുമില്ലാതെ ഒരു ഉത്സവം ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഒരുമയുടെ നമ്മളെല്ലാം ഒന്നാണെന്നുള്ള വലിയ ചിന്ത അത് മാവേലിയെ ഓർത്തുകൊണ്ടാണെങ്കിലും നമ്മുടെ നാട്ടിൽ അത് തുടർന്ന് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവർക്കും ഓണാശംസകൾ. അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞാലും തീർച്ചയായിട്ടും ഓരോരുത്തരും അദ്ദേഹത്തെ ഓർമ്മിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ ഈ പരിപാടി നടത്തിയത് ഞങ്ങളുടെ വീട്ടിലാണെങ്കിലും നടത്തുന്ന ശ്രീ ലത്തീഫാണ്. അദ്ദേഹത്തിന് നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത് നടത്തുന്നത്. കാരണം അദ്ദേഹം അപ്പയോടുള്ള സ്നേഹത്തിൽ, കാരണം അദ്ദേഹം ഒന്ന് പറഞ്ഞു ഈ ദിവസം നടത്തണം എന്ന് പറഞ്ഞ ഒരു നിർബന്ധ പ്രകാരമാണ് ഇന്നും അദ്ദേഹം നടത്തുന്നത്. കഴിഞ്ഞ 11 വർഷമായി അത് ഏത് സാഹചര്യത്തിലും അത് ഇവിടെ നടത്തും. അദ്ദേഹത്തിന് വയ്യാത്തപ്പോൾ പോലും ഇത് ഇവിടെ നടന്നിട്ടുള്ള പരിപാടിയാണ്. തീർച്ചയായിട്ടും ഓണം ഇവരുമായിട്ട് ഉണ്ണുക എന്ന് പറഞ്ഞ വലിയ ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കുക. കോവിഡ് പോലും ഉണ്ടായിരുന്നു. അദ്ദേഹം ആശുപത്രിയിൽ ആയിരുന്ന ഒരു സമയത്ത് മാത്രമാണ് ഇവിടെ അദ്ദേഹം ഇല്ലാതെ ഇവർ നടത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ പ്രാവശ്യവും നടത്തുന്ന ഒരു പരിപാടിയാണ്. ഓണത്തിന്റെ ആശംസകൾ എല്ലാ മലയാളികൾക്കും നേരുന്നു. ഓണാശംസകൾ. ഇത്തവണ വസ്ത്രത്തിൽ സപ്ലൈകോയിൽ സാധനം ഉണ്ടായിരുന്നു, കൺസ്യൂമർ ഫെഡിൽ സാധനം ഉണ്ട്. അങ്ങനെ മലയാളിക്ക് അങ്ങനെ ഒരു നിറഞ്ഞ ഓണം. തീർച്ചയായിട്ടും അത് ഒരു സംശയമില്ല. ഈ ഓണത്തിന് മികച്ച പ്രവർത്തനമാണ് സർക്കാർ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നേതൃത്വത്തിൽ, പ്രിയപ്പെട്ട അനു ജേക്കബ് നേതൃത്വത്തിൽ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും സമൃദ്ധമായ ഓണം ആഘോഷിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. വില പിടിച്ചു നിർത്തുന്ന കാര്യത്തിൽ സപ്ലൈകോ വിജയിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഓണക്കിറ്റുകൾ പരമാവധി എത്തിക്കുക. ഞങ്ങളുടെയൊക്കെ പ്രദേശത്ത് വെള്ളപ്പൊക്കം മൂലം ദുരിതമുണ്ടായ സ്ഥലത്ത്, അതുപോലെ തന്നെ കോഴഞ്ചേരിയിൽ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ഞാൻ കാണുന്ന വലിയ രീതിയിലുള്ള കിറ്റ് അത് ഗവൺമെന്റ് ഇടപെടൽ മൂലം പല സന്നദ്ധ സംഘടനകൾ കൂടി കൊടുക്കുന്നുണ്ട്. ഒന്ന് സർക്കാരിന് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ മറ്റു സന്നദ്ധ സംഘടനകളുടെ പിന്തുണയോടുകൂടി ഓണക്കിറ്റുകൾ കൊടുക്കുന്നുണ്ട്. ദുരന്ത മേഖലയിൽ പോലും വ്യത്യസ്തമായി ഒരു അനുഭവമുണ്ട് എന്നുള്ളത് സർക്കാരിനോട് നന്ദിപൂർവ്വം, മുഖ്യമന്ത്രിയോട് നന്ദിപൂർവ്വം പറയാൻ ആഗ്രഹിക്കുക.